Hi all, welcome to English Insights with Husna. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ ഭാഗമാവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ്. ഇത് സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നിവയുടെ വ്യത്യാസവും അവ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രസന്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഇത് രണ്ടും ഒരേ മീനിങ് ഉള്ള രണ്ട് സെന്റൻസുകളാണ്. അവയുടെ സ്ട്രക്ചറിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ഞാനൊന്നുകൂടെ പറയാം. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒരേ അർത്ഥമുള്ള രണ്ട് സെന്റൻസുകളാണ്, പക്ഷേ ഇവയുടെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ആ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ആണ്. ബേസിക് ഇംഗ്ലീഷ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. SVO, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇതാണ് സാധാരണ ഒരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ. ഇനി പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ്, then verb, then subject. ഒബ്ജക്റ്റ് ആയിരിക്കും പാസീവ് വോയിസിൽ ആദ്യം വരിക. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആക്റ്റീവ് വോയിസിലെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ആ സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും. എന്നാൽ പാസീവ് വോയിസിലെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് ആ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. I cleaned the room. I cleaned the room. I എന്നത് സബ്ജക്റ്റും ക്ലീൻഡ് എന്നത് വേർബുമാണ്. ദ റൂം എന്നത് ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് ഈ സെന്റൻസിനെ ഒന്ന് പാസീവിലാക്കി നോക്കാം. The room was cleaned by me. The room was cleaned by me. ഈ സെന്റൻസിലെ ആദ്യം പറഞ്ഞ സെന്റൻസിലെ ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു. ദ റൂം എന്നത് ആദ്യം വന്നു. അപ്പോൾ ഒബ്ജക്റ്റ് ആണ് ഈ സെന്റൻസിൽ ആദ്യം വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് വേർബ് വന്നിരിക്കുന്നത്. അതിനുശേഷം സബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഇതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ രണ്ട് സെന്റൻസിന്റെയും അർത്ഥം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടിന്റെയും അർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഐ ക്ലീൻഡ് ദ റൂം, ഞാൻ മുറി വൃത്തിയാക്കി. ദ റൂം വാസ് ക്ലീൻഡ് ബൈ മീ, മുറി ഞാനാൽ വൃത്തിയാക്കപ്പെട്ടു എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് പാസീവ് വോയിസ് മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ഒരു സെന്റൻസിൽ ട്രാൻസിറ്റീവ് വേർബ് ഉണ്ടെങ്കിലാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബും ഇൻട്രാൻസിറ്റീവ് വേർബും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ട്രാൻസിറ്റീവ് വേർബിന് മാത്രമേ പാസീവ് വോയിസ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇൻട്രാൻസിറ്റീവ് വേർബിന് പാസീവ് വോയിസ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ നോക്കാം. ഹി കിക്ക്ഡ് ദ ബോൾ. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഹി ആണ്, വേർബ് കിക്ക്ഡ് ആണ്. കിക്ക്ഡ് എന്ന വേർബിനോട് വാട്ട് എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ദ ബോൾ എന്ന് പറയുന്നത്. അപ്പൊ ദ ബോൾ ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ കിക്ക് എന്ന വേർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാൻസിറ്റീവ് വേർബാണ്. ഈ സെന്റൻസിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ദ ബോൾ വാസ് കിക്ക്ഡ് ബൈ ഹിം എന്നാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. The baby cried loudly. The baby cried loudly. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? The baby ആണ്. വേർബ് cried ആണ്. ഇനി cried എന്ന വേർബിനോട് what എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ? Cried what?
എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രൈഡ് എന്ന വാക്കിനോട് ചോദിക്കാൻ കഴിയില്ല. ക്രൈഡ് എന്ന വേർബിന് ഒരു ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു വേർബ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു സെന്റൻസിനെ നമുക്ക് സ്വാഭാവികമായിട്ടും പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം പാസീവ് വോയിസിലെ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് തന്നെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു വേർബിന് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ അതിനെ ഇൻട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് വേർബ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇൻട്രാൻസിറ്റീവ് വേർബിന്റെ മറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിറ്റ്, സ്റ്റാൻഡ്, റൺ, വാക്ക്, ലാഫ്, ക്രൈ, വീപ്പ്. ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ വേർബുകൾക്കൊന്നും ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് ഇവയെല്ലാം ഇൻട്രാൻസിറ്റീവ് വേർബാണ്. ഇനി നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് എക്സാംസിന് ഇൻട്രാൻസിറ്റീവ് വേർബ് വെച്ചിട്ടുള്ള സെന്റൻസ് തരികയാണെങ്കിൽ അതിന്റെ ആൻസർ ആയി നിങ്ങൾ എഴുതേണ്ടത് there is no passive voice for this sentence എന്നാണ്. The boy cried loudly എന്ന സെന്റൻസിനെ പാസീവ് വോയിസ് ആക്കാൻ പറഞ്ഞാൽ നമുക്കതിനെ പാസീവ് വോയിസ് ആക്കാൻ കഴിയില്ല. കാരണം ക്രൈഡ് എന്ന വേർബിന് ഒരു ഒബ്ജക്റ്റ് ഇല്ല, അതൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. അപ്പോൾ പാസീവ് വോയിസ് ട്രാൻസിറ്റീവ് വേർബ്സിന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും യൂസ് ചെയ്യുന്നതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഐ ക്ലീൻഡ് ദ റൂം എന്ന സെന്റൻസിൽ ഐ എന്ന സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഐ എന്ന സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് വോയിസിലാണ് സെന്റൻസ് എഴുതേണ്ടത്. ഇനി ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ പാസീവ് വോയിസിൽ എഴുതണം. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണ്. അപ്പോൾ ഹോട്ടലിൽ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ അവർ പറയാണ് ദ റൂം ഈസ് ക്ലീൻഡ്. ദ റൂം ഈസ് ക്ലീൻഡ്. അവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ദ റൂം ആണ്. അതിനുശേഷം ക്ലീൻഡ് എന്ന് പറഞ്ഞ വേർബ് വന്നു. ആരാണ് റൂം ക്ലീൻ ചെയ്തത് എന്നത് നമ്മളെ ബോദർ ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് പ്രധാനം എന്താണ്? അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ദ റൂം എന്ന ഒബ്ജക്റ്റ് ആണ് നമുക്കവിടെ പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പാസീവ് വോയിസ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ദ സെർവൻസ് അല്ലെങ്കിൽ ദ വാർഡ് ബോയ്സ് ക്ലീൻ ദ റൂം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വ്യക്തമാണ്, അവിടെ വാർഡ് ബോയ്സോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫോ ആരെങ്കിലും ആയിരിക്കുമല്ലോ അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രധാനം ദ റൂം ക്ലീൻ ആണോ എന്നുള്ളതാണ്. അപ്പൊ ദ റൂം ഈസ് ക്ലീൻഡ് എന്നതാണ് കറക്റ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പാസീവ് വോയിസ് യൂസ് ചെയ്തത്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്പീച്ചിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്റ്റീവ് വോയിസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. റിട്ടൺ ലാംഗ്വേജിൽ മാത്രമാണ് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ്സിലാണ് നമ്മൾ കൂടുതലായിട്ടും പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ബേസിക്കലി ഒരേ അർത്ഥമുള്ള രണ്ട് സെന്റൻസുകളാണ്. അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ആക്റ്റീവ് വോയിസിന്റെ സെന്റൻസിന്റെ ആദ്യത്തിൽ സബ്ജക്റ്റ് ആയിരിക്കും, എന്നാൽ പാസീവ് വോയിസ് സെന്റൻസിന്റെ ആദ്യത്തിൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ആക്റ്റീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുമാണ്. പാസീവ് വോയിസ് ട്രാൻസിറ്റീവ് വേർബ്സിന് മാത്രമേ ഉള്ളൂ. അതായത് വേർബ് വിച്ച് ക്യാരീസ് ആൻ ഒബ്ജക്റ്റ്, അത്തരം വേർബ്സിന് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റീഡ്, റൈറ്റ്, സ്പീക്ക് എക്സെട്ര. ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സിന് പാസീവ് വോയിസ് ഇല്ല. എക്സാമ്പിൾ ലാഫ്, ക്രൈ, വാക്ക്, വീപ്പ്, റൺ, സ്റ്റാൻഡ്, സിറ്റ്. ഇത്തരം വാക്കുകൾക്കൊന്നും പാസീവ് വോയിസ് ഇല്ല, കാരണം അവയ്ക്കൊന്നും ഒരു ഒബ്ജക്റ്റ് ഇല്ല. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലെ 3 ടെൻസ് ഫോമുകളെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്നാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പൊ 3 ടെൻസ് ഫോംസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം സിമ്പിൾ പ്രസന്റ് ടെൻസ്. ടെൻസിന്റെ വീഡിയോസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ടെൻസസിന്റെ വീഡിയോ ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് ടെൻസസിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്.
സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫോമാറ്റും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നതാണ്. ഈ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ഫോമാറ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. ഞാനൊന്നുകൂടെ പറയാം. ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കാം. Stella speaks 3 languages. Stella speaks 3 languages. ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് സ്റ്റെല്ല, വെർബ് സ്പീക്സ്, 3 ലാംഗ്വേജസ് ആണ് ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം 3 ലാംഗ്വേജസിനെ സെന്റൻസിനെ മുന്നിലേക്ക് കൊണ്ടുവരണം. 3 ലാംഗ്വേജസ് എന്ന് നമ്മുടെ സെന്റൻസിന്റെ ആദ്യം എഴുതി. ഇനി നമുക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയ ശേഷം ഈസ് അല്ലെങ്കിൽ ആർ സെലക്ട് ചെയ്യാം. 3 ലാംഗ്വേജസ് എന്നത് പ്ലൂറൽ ആണ്. സോ ആർ, 3 ലാംഗ്വേജസ് ആർ. ദെൻ വെർബ് എന്ന് പറയുന്നത് സ്പീക്ക് ആണ്. സ്പീക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം സ്പോക്കൺ ആണ്. 3 ലാംഗ്വേജസ് ആർ സ്പോക്കൺ ബൈ by by then subject Stella. So 3 languages are spoken by Stella എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. She makes food every day. She makes food every day. ഈ സെന്റൻസിലെ ഒബ്ജക്റ്റ് ഫുഡ് ആണ്. ഫുഡ് എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഈസ്. മേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം മെയ്ഡ് ആണ്. ദെൻ by her. Food is made by her every day എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് നോക്കാം. ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് BEING ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. ഫോമാറ്റ് ഒന്നും കൂടെ പറയാം. ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് BEING ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ബൈ സബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കാം. I am writing a story. I am writing a story. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ഐ ആണ്. വെർബ് റൈറ്റ്, സ്റ്റോറി ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരിക. എ സ്റ്റോറി, സ്റ്റോറി സിംഗുലർ ആയതുകൊണ്ട് ഈസി യൂസ് ചെയ്യുക. അതിനുശേഷം ബീയിങ് BEING ബീയിങ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം റിട്ടൺ ആണ്. റിട്ടൺ ബൈ മീ. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഇങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. They are playing cricket. They are playing cricket. ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ക്രിക്കറ്റ് ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് കരുതുന്നു. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ബേസിക് ആക്റ്റീവ് സെന്റൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഒബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് past participle form of the verb plus by subject. Object plus has or have been plus past participle form of the verb plus by subject. Example നോക്കാം. Arun has presented a skit. Arun has presented a skit. ഇത് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം. സബ്ജക്റ്റ് a skit, ഒബ്ജക്റ്റ് a skit. സ്കിറ്റ് സിംഗുലർ ആണ്. സോ ഹാസ് യൂസ് ചെയ്യാം. ദെൻ ബീൻ BEEN ബീൻ presented by Arun. A skit has been
presented by Arun. അടുത്ത എക്സാമ്പിൾ, children have studied their lessons. Children have studied their lessons. ഇതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ their lessons have been studied by the children. Their lessons have been studied by children. ഇങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ടെൻസിന്റെ ഫോമാറ്റ്സ് ഒന്നുകൂടെ പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ഒബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജെക്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ഒബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ബീയിങ് BEING പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജെക്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ BEEN പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ സബ്ജെക്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ബീയിങ് BEING ബീയിങ്ങും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ BEEN ബീനുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ബീയിങ്ങും ബീനും. ബീയിങ് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസിലും ബീൻ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റിലും ആണെന്ന് ഓർത്തിരിക്കുക. ഇതാണ് പ്രസന്റ് ടെൻസിലെ ആക്റ്റീവ് സെന്റൻസുകളെ പാസീവ് വോയിസിലോട്ട് മാറ്റുന്ന രീതി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാസ്റ്റ് ടെൻസും മറ്റ് ടൈപ്സ് ഓഫ് സെന്റൻസുകൾ, അതായത് ഇമ്പറേറ്റീവ് സെന്റൻസും ഇൻട്രോഗേറ്റീവ് സെന്റൻസും എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യേണ്ടത് പ്രസന്റ് ടെൻസിലുള്ള 3 ഫോംസിൽ നിന്ന് ഏതെങ്കിലും സെന്റൻസുകൾ എടുത്ത ശേഷം അതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്ത് ആ 2 സെന്റൻസും കമന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെന്റൻസസ് എടുക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെയുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസ്, ഇങ്ങനെ 3 സെന്റൻസ് ആദ്യം പിക്ക് ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. എന്നിട്ട് അത് കമന്റ്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം ഞാനത് അതിനോട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ സെന്റൻസുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ആഴ്ച അടുത്ത വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.